ഇന്ന് സംസ്ഥാനമാകെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോഴിക്കോട്ട് തിരുവമ്പാടി പഞ്ചായത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഉയർന്നു. കോൺഗ്രസ് വിമതനായി മത്സരിച്ചതിന് സസ്പെൻഡ് ചെയ്ത നിതിൻ പുല്ലാട് UDFിൻ്റെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണ്. സസ്പെൻഷൻ പിൻവലിച്ചാണ് കോൺഗ്രസ് ഇതിനെ പ്രസിഡന്റാക്കി ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഏറ്റവും ശ്രദ്ധേയമായൊരു പോരാട്ടം നടന്നത് തിരുവമ്പാടിയിലാണ്. തിരുവമ്പാടിയിൽ വിമതനായി മത്സരിച്ച നിതിൻ പല്ലാട്, അദ്ദേഹം UDFിൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ കൂടിയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മത്സരരംഗത്ത് വന്നത്. അദ്ദേഹം എടുക്കുന്ന നിലപാടാണ് ഈ കുറി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിതിൻ UDFിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. എന്താണ് അങ്ങനെ തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? തീരുമാനിച്ചു. ഞാൻ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചൊരു പ്രസ്ഥാനമാണല്ലോ, അതിൻ്റെ കൂടെ പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ DC പ്രസിഡൻ്റായി സംസാരിച്ചു, അത് തീരുമാനമായി. എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അപ്പം പാർട്ടി തിരിച്ചെടുത്തു. ഇപ്പം ആദ്യത്തെ 3 വർഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് വരുന്ന 2 വർഷം ബോസ് ജേക്കബ് പ്രസിഡന്റുമായിട്ട്. ഈ തിരിച്ചെടുക്കാനാണോ തീരുമാനം? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അത് DC പ്രസിഡന്റിനോട് തന്നെ ചോദിക്കണം. അല്ല, വിമതരെ ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും തിരിച്ചെടുക്കണ്ടേ? ജയിച്ചവരെ മാത്രം തിരിച്ചെടുത്താൽ പോരല്ലോ. അല്ല, അദ്ദേഹം അത് മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. അത് എന്ത് കാരണത്താലാണ് പുറത്തു പോയവരെ തിരിച്ചെടുക്കാനുള്ള ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പാർട്ടിയോ പാർട്ടി നേതാക്കളെയോ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം വളരെ സന്തോഷം. ഈ ആദ്യത്തെ എങ്ങനെയാണ് ടേം നിശ്ചയിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ തന്നെയാണോ ആ ഡിമാൻഡ് വെച്ചത്? അല്ലല്ല, അത് പാർട്ടിയാണല്ലോ തീരുമാനിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ജില്ലാ കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് DC പ്രസിഡന്റാണ്. അദ്ദേഹം എടുത്ത തീരുമാനമാണ് ആദ്യത്തെ 3 വർഷം ജിതിനും തുടർന്ന് വരുന്ന 2 വർഷം ബോസ് ജേക്കബും. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പ്രശ്നമില്ലാതെ പോകും? പ്രശ്നമില്ലാതെ പോകും, ഒരു പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ മുമ്പും പ്രശ്നമില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് നാളെ തെരഞ്ഞെടുപ്പാണ്. നാളെ രാവിലെ 11 മണിക്ക്. ഓക്കെ, ഏതായാലും വിമതനായി മത്സരിച്ചെങ്കിലും ഒടുവിൽ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരക്കൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.